खुद को प्रभु पे करके
जगा लो, होगा दूर अंधेरा। शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा। से आए अपने आप को जानो, राजयोग के द्वारा अपना परम पिता पहचानो। इसी राजपथ पर चलकर पालो अपना बसेरा। तुम हो आत्मा तन से न्यारे, परमात्मा को प्यारे। दिव्य गुणों को धारण करके योगी बनो दुलारे। ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। ओम शांति, ओम शांति, ओम शांति। ഓം ശാന്തി. 26/3/2022. मीठे बच्चे, अब बेहद की रात पूरी हो रही है. മധുരമായ സന്താനങ്ങളെ, ഇപ്പോൾ പരിധിയില്ലാത്ത രാത്രി പൂർത്തിയാകുകയാണ്. വാപ്പിസ് ഘർ ചൽനാ ഹെ, തിരിച്ചു വീട്ടിലേക്ക് പോകണം. ഇസിലിയെ അബ് ധർ ധർ ഭട്ടക്ന ബന്ദ് കറോ, അതിനാൽ ഓരോ വാതിലുകൾ തോറും അലയുന്നത് നിർത്തലാക്കൂ. അർത്ഥം, ഭഗവാനെ അന്വേഷിച്ച് ഇങ്ങനെ പോവുകയാണ്, ഓരോ സ്ഥലത്തും പോവുകയാണ്. അതൊക്കെ സ്റ്റോപ്പ് ചെയ്യാനാ ബാബ പറയുന്നത്. പ്രശ്ന, കിസ് പ്രാക്ടീസ് കെ ആധാർ पर तुम बच्चे सर्विस बहुत अच्छी कर सकते हो. ഏത് അഭ്യാസത്തിന്റെ ആധാരത്തിൽ കുട്ടികളായ നിങ്ങൾ വളരെ നല്ല പോലെ സേവനം ചെയ്യാൻ സാധിക്കും? ഉത്തർ, യദി കം സെ കം 8 घंटे तक याद बनी रहे, കുറഞ്ഞതിലും കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും ബാബയുടെ ഓർമ്മ ഉണ്ട് എങ്കിൽ സർവീസ് ബഹൂത് അച്ചി കർ സക്തേ ഹെ, ഈ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ വളരെ നല്ല പോലെ സേവനം ചെയ്യാൻ സാധിക്കും. क्योंकि याद से ही सारे विश्व में पवित्रता और शांति के वाइब्रेशन फैलते हैं. കാരണം ഓർമ്മയിലൂടെയാണ് മുഴുവൻ വിശ്വത്തിലും ശാന്തിയുടെയും പവിത്രതയുടെയും വൈബ്രേഷൻ വ്യാപിക്കുന്നത്. യാദ് സേ ഹി വികർമ്മ ഭി വിനാശ് ഹോംഗെ, ഓർമ്മയിലൂടെയാണ് വികർമ്മങ്ങളും വിനാശമാകുക.
और पद भी ऊंच मिलेगा, पदविയും ഉയർന്നത് ലഭിക്കുക. इसीलिए इस रूहानी यात्रा में कभी भी थकना नहीं है. അതിനാൽ ഈ ആത്മീയ യാത്രയിൽ ഒരിക്കലും മടുപ്പ് തോന്നരുത്. जिस्म का बांध छोड़ देही अभिमानी बनने का निरंतर अभ्यास करते रहना है. ദേഹത്തെ ഉപേക്ഷിച്ച് ദേഹബോധത്തെ കളഞ്ഞ് ദേഹി അഭിമാനിയാകാനുള്ള നിരന്തര അഭ്യാസം ചെയ്തുകൊണ്ടേയിരിക്കൂ. गीत रात के राही तक मत जाना, सुबह का मंजिल दूर नहीं है. രാത്രിയിലെ യാത്രക്കാരെ ക്ഷീണിക്കല്ലേ, പകലാകുന്ന ലക്ഷ്യം ദൂരെയല്ല. ഓം ശാന്തി. ബച്ചോനെ സാവധാനി സുനി. കുട്ടികളെ മുന്നറിയിപ്പ് കേട്ടോ. ബാപ്പനെ ബച്ചോ കോ സാവധാനി ധീക്കി. ബാബ മക്കൾക്ക് മുന്നറിയിപ്പ് തന്നു. ഹേ രാത് കെ രാഹി, ഹേ രാത്രിയിലെ യാത്രക്കാരെ, ക്യൂങ്കി അബ് തുമാരെ ലിയേ ദിൻ ആ രഹാ ഹേ. കാരണം നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പകൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏഹേ ബേഹദ് കി രാത് ഓർ ദിൻ. ഇത് പരിധിയില്ലാത്ത രാത്രിയും പകലുമാണ്. बेहद की रात पूरी होती है और बेहद के दिन की स्थापना हो रही है. പരിധിയില്ലാത്ത രാത്രി പൂർത്തിയാകുന്നു, പരിധിയില്ലാത്ത പകൽ സ്ഥാപിതമാകുന്നു. अब तुम बच्चों को जाना है अपने घर. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് പോകണം നിങ്ങളുടെ വീട്ടിലേക്ക്. जिसके लिए तुमने आधा कल्प भक्ति की. അതിനുവേണ്ടിയാണ് നിങ്ങൾ അരകൽപ്പം ഭക്തി ചെയ്തത്. परंतु तुम बाप को ढूंढ ना सके. പക്ഷേ നിങ്ങൾക്ക് ബാബയെ അന്വേഷിക്കാൻ പറ്റിയില്ല. क्योंकि उनके नाम रूप को बदल दिया है. കാരണം ഭക്തര് ഭഗവാന്റെ നാമവും മാറ്റി രൂപവും മാറ്റി. अब तुम जानते हो. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം बाप दिन में अथवा कलयुग में सतयुग में जाने का रास्ता बता रहा है. ബാബ പകലിലേക്ക്, അതായത് സത്യുഗത്തിലേക്ക് പോകാനുള്ള മാർഗമാണ് കാണിച്ചു തരുന്നത്. ബാബാനെ സംജായാ ഹേ, ബാബ മനസ്സിലാക്കി തന്നു. ഭ്രഷ്ടാചാരി ഉൻകോ കഹാ ജാതാ ഹേ ജോ വികാർ സേ പൈദാ ഹോത്തെ ഹേ. വികാരത്തിലൂടെ ജന്മമെടുക്കുന്നവരെയാണ് ഭ്രഷ്ടാചാരികൾ എന്ന് പറയുക. ഭാരതവാസി ബാപ്പോ ഹി ഭൂൽ ഗയേ ഹേ. ഭാരതവാസികൾ അച്ഛനെ തന്നെ മറന്നുപോയി. ഗീതാ കാ ഭഗവാൻ നിരാകാർ ഉൻകെ ബദലേ. നിരാകാരിയാണ് ഗീതയുടെ ഭഗവാൻ, പക്ഷെ നിരാകാരിക്ക് പകരം സാകാർ കൃഷ്ണ കാ നാം ഡാൽ ദിയാ ഹേ. സാകാരത്തിൽ കൃഷ്ണന്റെ പേരാണ് ഇട്ടിരിക്കുന്നത്. ഏഹേ ബഡേ തേ ബഡി ഭൂൽ. ഇതാണ് വലുതിലും വലിയ തെറ്റ്. ജിസ് കാരൻ ആധാ കൽപ് ദുഃഖ് ഭോഗ്നാ പടാ ഹേ. അത് കാരണം അരകൽപ്പം ദുഃഖം അനുഭവിക്കേണ്ടി വന്നു. മൂൽ ഭൂൽ നിമിത്ത ബനി ഹേ ദുഃഖ് ഭോഗ്നേ ഖാ. തെറ്റാണ് ദുഃഖം അനുഭവിക്കാൻ നിമിത്തമായത്. യഹ് ബി ഡ്രാമ കാ പാർട്ട് നോന്താ ഹുവാ ഹേ. ഇതും ഡ്രാമയിലെ പാർട്ട് ഫിക്സ് ആയിരിക്കുന്നു. ഭക്തി മാർഗമേ ഭട്ടക്തേ രഹത്തെ ഹേ. ഭക്തി മാർഗത്തിൽ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അഗർ ബാപ് കോ ജാൻ ലേ തോ ഭട്ടക്നെ കി ദർക്കാർ നഹി. ബാബയെ തിരിച്ചറിഞ്ഞാൽ അലയേണ്ട ആവശ്യം ഇല്ല. തുമ്നെ അബ് ബാപ് കോ ജാനാ ഹേ. നിങ്ങളിപ്പോ ബാബയെ അറിഞ്ഞു. ശ്രീകൃഷ്ണ അഗർ ഇസി രൂപമേ ആയേ, ശ്രീകൃഷ്ണൻ ഇതേ രൂപത്തിൽ വന്നാൽ फिर तो उनको पहचानने में कोई तकलीफ ना हो. പിന്നെ കൃഷ്ണനെ തിരിച്ചറിയാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. ജഡ് സബ് ജാൻ ചായ. കൃഷ്ണന്റെ രൂപമാണെങ്കിൽ പെട്ടെന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞേനെ. परंतु तो इतना गुप्त है जो तुम बच्चे भी भूल जाते हो. പക്ഷേ ശിവബാബ അത്രയ്ക്ക് ഗുപ്തമാണ്, കുട്ടികളെ നിങ്ങൾ പോലും മറന്നു പോകുകയാണ്. കൃഷ്ണ കോ തോ കൊയ് ഭൂൽ നാ സകെ. കൃഷ്ണനെ ആർക്കും മറക്കാൻ സാധിക്കില്ല. സാരി ദുനിയ ഏകദം ചട്ടക്ക് പടേ ഹേ. കൃഷ്ണനാണെങ്കിൽ ലോകമേ വന്നങ്ങ് പറ്റി പിടിച്ചേനെ കൃഷ്ണന്റെ അടുത്തില്ലേ. സംജോ
समझे श्री कृष्ण तो हमको स्वर्ग में ले चलेगा. എന്ത് വിചാരിക്കുക അവര്? ശ്രീകൃഷ്ണൻ ഞങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകും. क्योंकि वह तो स्वर्ग का मालिक है. കാരണം ശ്രീകൃഷ്ണൻ സ്വർഗത്തിന്റെ യജമാനനാണല്ലോ. उनको कोई छोड़े ही नहीं. കൃഷ്ണനാണ് വന്നതെങ്കിൽ ആരും വിടില്ല കൃഷ്ണനെ. परंतु समझाने की बड़ी युक्ति चाहिए. പക്ഷേ ജ്ഞാനം മനസ്സിലാക്കി കൊടുക്കാൻ വളരെ യുക്തി ആവശ്യമാണ്. अगर समझाने की युक्ति नहीं आती है तो कहाँ कहाँ മനസ്സിലാക്കി കൊടുക്കാനുള്ള യുക്തി അറിയില്ല എങ്കിൽ ചില സ്ഥലത്തൊക്കെ ഡിസർവീസ് കർ ദേത്തെ ഹേ. ഡിസർവീസ് ചെയ്യുന്നു. क्योंकि खुद ही पूरा समझा हुआ नहीं है. കാരണം സ്വയം പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ടില്ലല്ലോ. जो किसको अच्छी रीति सिद्ध कर हिसाब किताब बता सके. സ്വയം നല്ലപോലെ മനസ്സിലാക്കിയിട്ടില്ല മറ്റുള്ളവർക്ക് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും കണക്കുകളൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട്. ഈ സമയ സബ് പതീത് ഹേ. ഈ സമയത്ത് എല്ലാവരും പതീതരാണ്. ഗാത്തെ ഭി ഹേ പതീത പാവന സീതാറാം. പാടുന്നു പതീത പാവന സീതാറാം. परंतु पावन बनाने वाले कौन है यह कोई नहीं जानते. പക്ഷെ ആരാണ് പാവനമാക്കുന്നത് ഇത് ആരും അറിയുന്നില്ല. ഗീത കാ ഭഗവാൻ കൃഷ്ണ സമജ് ലിയാ ഹേ. ഗീതയുടെ ഭഗവാൻ കൃഷ്ണനാണെന്ന് വിചാരിച്ചിരിക്കുകയാണ്. രാം കാ തോ കോയി ശാസ്ത്ര നഹി ഹേ. രാമന് ശാസ്ത്രങ്ങളൊന്നുമില്ല. ऐसे नहीं रामायण कोई रामचंद्र का शास्त्र है. രാമായണം രാമന്റെയാണെന്നൊന്നും അല്ല. ക്ഷത്രിയ ധർമ്മം कोई राम ने नहीं स्थापन किया. ക്ഷത്രിയ ധർമ്മം രാമനല്ല സ്ഥാപിച്ചത്. ब्राह्मण देवता और क्षत्रिय तीनों धर्म एक साथ ही शिव बाबा स्थापन करते हैं. ബ്രാഹ്മണ ദേവത ക്ഷത്രിയ ഈ മൂന്ന് ധർമ്മവും ശിവബാബയാണ് ഒരേ സമയത്ത് സ്ഥാപിക്കുന്നത്. तुम्हारे में भी तोड़े हैं जो इस बात को समझ सकते हैं. നിങ്ങളിലും വളരെ കുറച്ചു പേരെ ഈ കാര്യം മനസ്സിലാക്കുന്നുള്ളൂ. മനസ്സിലാക്കിയാൽ എന്തുമാത്രം ഭാഗ്യം എടുത്തേനെന്നറിയാവോ? മനസ്സിലാക്കുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? സങ്കല്പം കൊടുക്കാൻ പറ്റും. ഭഗവാനെ ബാബ അവര് മനസ്സിലാക്കട്ടെ, നല്ലതായിട്ടിരിക്കുമ്പോഴേ അവര് ഭാഗ്യം എടുക്കട്ടെ. മനസ്സാ വാച കർമ്മണ ശരീരം മനസ്സ് ധനം കൊണ്ട് ബാബയെ തിരിച്ചറിഞ്ഞ് സേവനം ചെയ്ത് ഭാഗ്യം എടുക്കട്ടെ എന്ന് ഉള്ളുകൊണ്ട് നമ്മള് ആ ആത്മാക്കൾക്ക് വേണ്ടി സങ്കല്പിക്കാം. നമുക്ക് വേറെന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കുകയാണെങ്കിൽ എന്ത് ഭാഗ്യം ഉണ്ടാക്കിയേനെ അല്ലെ? ഒരു മിനിറ്റ് പോലും പാഴാക്കില്ല. മനസ്സിലാക്കിയാൽ ഒരു നിമിഷം പോലും വ്യർത്ഥമാക്കില്ല. കാരണം ഭഗവാൻ വന്നിരിക്കുന്നു. ജന്മജന്മത്തിന്റെ ഭാഗ്യം ഉണ്ടാക്കാൻ വന്നിരിക്കുന്നു. ഒരു കൽപ്പത്തിന്റെ ഭാഗ്യം ഉണ്ടാക്കാൻ വന്നിരിക്കുന്നു. അവസാനം എനിക്ക് എന്റെ ഭാഗ്യം മാത്രമേ എന്നെ ഹെൽപ്പ് ചെയ്യുള്ളൂ. വേറെ ആരുടെ ഭാഗ്യം എന്നെ ഹെൽപ്പ് ചെയ്യില്ല. ഈ അറിവുകളെല്ലാം അവരുടെ ഉള്ളിൽ അമ്പ് പോലെ തറക്കുകയാണെങ്കിൽ എന്ത് ഭാഗ്യം ഉണ്ടാക്കാൻ പറ്റൂല്ലേ? നിമിഷം നിമിഷം പാഴാക്കുകയാണ്. ഒരു നിമിഷം പോയാൽ വീണ്ടും ആ നിമിഷം വരില്ല. ഒരു നിമിഷം കഴിഞ്ഞാൽ ആ നിമിഷം പിന്നെ നമുക്ക് കിട്ടില്ല. പറയുന്ന നിങ്ങളിലും കുറച്ചു പേരെ ഇത് മനസ്സിലാക്കുന്നുള്ളൂ. राजा रानी तो एक होता है, बाकी प्रजा और दास दासिया तो अनेक बनते हैं. രാജാ റാണി ഒന്നേ ഉള്ളൂ, പ്രജകൾ അനേകമുണ്ട്, ദാസദാസിമാർ അനേകമുണ്ട്. ആകെ രാജാവും കെ പാസ് ദേർ ദാസദാസിയാ തീ. രാജാക്കന്മാരെടുത്ത് ധാരാളം ദാസദാസിമാരുണ്ടായിരുന്നു പണ്ടൊക്കെ. कोई कहलाने के लिए, कोई डांस करने के लिए, कोई बहलाने के लिए, कोई डांस करने के लिए. ചിലര് നിന്ന് നൃത്തം വെച്ചോണ്ടിരിക്കും, ചിലര് രാജാവിനെ തമാശ പറഞ്ഞ് സന്തോഷിപ്പിച്ചോണ്ടിരിക്കും, ചിലരിങ്ങനെ എന്ത് ചെയ്യും, അങ്ങനെ ടൈം പാസിന് ഒക്കെ. ഡാൻസ് കാ ഷോക്ക് തോ വഹാ ഭി ബഹുത് ഹി രഹതാ ഹൈ. നൃത്തത്തിനോടുള്ള താല്പര്യം സത്യുഗത്തിലും ത്രേതായുഗത്തിലും ഉണ്ട്. ബാക്കി രാജാ റാണി ബഹുത് തോടെ നിക്കൽത്തെ ഹേ. രാജാ റാണി കുറച്ചു പേരേ ഉള്ളൂ. കുറച്ചു പേരല്ലേ ഇത് നന്നായി മനസ്സിലാക്കി സേവനവും ചെയ്യുള്ളൂ. जो अच्छी रीति समझ और समझा सकते हैं. രാജാ റാണി നല്ല പോലെ മനസ്സിലാക്കുകയും മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യും. प्रदर्शनी की सर्विस से मालूम पड़ जाता है कौन कौन अच्छी रीति समझा सकते हैं.
ഒരു ചിത്ര പ്രദർശനി വെച്ചാ നമുക്കറിയാം ആരൊക്കെ നല്ല പോലെ ജ്ഞാനം മനസ്സിലാക്കി കൊടുക്കാൻ ആർക്കൊക്കെ സാധിക്കും. पहली बात यह समझानी है कि भगवान को ना जानने के कारण सर्वव्यापी कह दिया है. ഭഗവാനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഭഗവാനെ സർവവ്യാപി എന്ന് പറഞ്ഞത്. ഇതാദ്യം മനസ്സിലാക്കി കൊടുക്കും. दूसरा, कृष्ण को भगवान कहने से स्वर्ग रचने वाले शिव बाबा का नाम गुम कर दिया. ശ്രീകൃഷ്ണനെ ഭഗവാൻ എന്ന് പറഞ്ഞതുകൊണ്ട് സ്വർഗം സ്ഥാപിച്ച ശിവബാബയുടെ പേര് അവിടെ ഇല്ലാതെയായി. നിരാകാർ ബാപ്പ് ഹി സബ്കാ രചയിത ഹേ. നിരാകാര അച്ഛനാണ് എല്ലാവരുടെയും രചയിതാവ്. ഉസ് ഏക് കോ ഹി യാദ് കർനാ ഹേ വഹി രാജयोग സിഖ്ലാത്തെ ഹേ. ആ ഒരച്ഛനെ വേണം ഓർമ്മിക്കാൻ. ആ അച്ഛനാണ് രാജയോഗം പഠിപ്പിക്കുന്നതും. പരന്തു गीता में जो कृष्ण भगवान वाज लिख दिया है इस कारण ही ഗീതയിൽ കൃഷ്ണ ഭഗവാൻ വാച എന്ന് എഴുതിയത് കൊണ്ട് ഹാത്ത് മേ ഗീത ഉഠായെ ജൂട്ടി കസം ലേത്തെ ഹേ. കയ്യിൽ ഗീത എടുത്ത് അസത്യമായ പ്രതിജ്ഞ എടുക്കുകയാണ്. അബ് ബതാവോ ക്യാ ശ്രീകൃഷ്ണ ഹാജിർ നാജിർ ഹേ. പറയൂ, കൃഷ്ണനാണോ അവിടെ ഇവിടെ ഉള്ളത്? നിരാകാർ പരമാത്മാ ഹാജിർ നാജിർ ഹേ. അതോ നിരാകാരി പരമാത്മാവാണോ അവിടെ ഇവിടെ ഉള്ളത്? സമുഞ്ചേ ഹുയേ. എല്ലാവരും കൺഫ്യൂഷനിലാണ്. അബ് തും ബच्चों को സവേരെ ഉठ പ്രാക്ടീസ് കർണി ഹേ സംജാനെ കി. കുട്ടികളായ നിങ്ങളിപ്പോൾ ജ്ഞാനം മനസ്സിലാക്കി കൊടുക്കാൻ അതിരാവിലെ എഴുന്നേറ്റ് പ്രാക്ടീസ് ചെയ്യുക. രാജ ജനക് കാ മിസാൽ. ജനക മഹാരാജാവിന്റെ ഉദാഹരണം പറയും. कहते हैं अष्टावक्र ने जनक को ज्ञान दिया. अष्टावक्रन जनकന് ജ്ഞാനം കൊടുത്തു. पर ये कोई ब्रह्म ज्ञान तो है ही नहीं, ये है ब्रह्मज्ञान. അത് ബ്രഹ്മജ്ഞാനമൊന്നുമല്ല, ബ്രഹ്മജ്ഞാനം. ब्रह्मकुमारियां है ज्ञान दे रही है, ब्रह्मकुमारियां नहीं. ബ്രഹ്മകുമാരികളാണ് ഈ ജ്ഞാനം തരുന്നത്, ബ്രഹ്മകുമാരികളല്ല. वह लोग ब्रह्म को ईश्वर समझते हैं. लोग ബ്രഹ്മമാണ് ഈശ്വരൻ എന്ന് വിചാരിക്കുന്നു. परंतु नहीं, ईश्वर तो बाप है. പക്ഷെ അല്ല, ബ്രഹ്മമല്ല ഈശ്വരൻ, ഈശ്വരൻ അച്ഛനാണ്. बाप का नाम ही शिव है. അച്ഛന്റെ പേരാണ് ശിവൻ. ब्रह्म तो तत्व है, ബ്രഹ്മം തത്വമാണ്. ऐसा बातें मोटी बुद्धि वाले समझ ना सके. ഈ കാര്യങ്ങളെല്ലാം ബാഹ്യമായ കാര്യത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ ആര് ചെലുത്തുന്നു അവരുടെ ബുദ്ധിയിൽ ജ്ഞാനത്തിന്റെ സൂക്ഷ്മമായ കാര്യങ്ങളൊന്നും കേറില്ല. ഫുൾ ഡേ ബാഹ്യമായ വിഷയമാണ്. കയ്യിലുണ്ടല്ലോ ഒരു സാധനം, ആവശ്യത്തിന് നമ്മൾ അതെല്ലാം ഉപയോഗിക്കാം. മൊബൈൽ എന്ന് പറയുന്നത്, TV എന്ന് പറയുന്നത്, ഫോൺ എന്ന് പറയുന്നത് ആവശ്യങ്ങൾക്കാണ്. നമ്മുടെ വിലയേറിയ സമയം അതിലെ ഓരോ സംഭവം കണ്ടുകൊണ്ടിരുന്നാൽ ഒരിക്കലും ജ്ഞാനത്തിന്റെ സൂക്ഷ്മമായ പോയിന്റ് അവരുടെ ബുദ്ധി കേറില്ല. ബാഹ്യമായ വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നവർക്ക് ജ്ഞാനത്തിന്റെ സൂക്ഷ്മമായ പോയിന്റുകളൊന്നും തലയിൽ കേറില്ല. അപ്പൊ അവരുടെ ജീവിതം എന്തായിരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കൂ. അവരുടെ ലൈഫ് എന്തായിരിക്കും, അവരുടെ ഭാവി എന്തായിരിക്കും? നമ്പർവാർ ദാസദാസിയാ ഭി ബൻതേ ഹേ. നമ്പർവാർ ദാസദാസികളുമുണ്ട്. समझना चाहिए अगर हम किसको अच्छी तरह समझा नहीं सकते हैं. സ്വയം മനസ്സിലാക്കൂ, എനിക്ക് ആർക്കെങ്കിലും നല്ല പോലെ ജ്ഞാനം മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഹമാരാ പാർട്ട് പിച്ചാടി മേ ഹേ. ഞാൻ ലാസ്റ്റിലേ വരുള്ളൂ. ത്രേതായക ലാസ്റ്റിൽ, സത്യുഗം ത്രേതായകം. तो फिर पुरुषार्थ करना चाहिए. എന്തിനാ ബാബ ഇതൊക്കെ പറയുന്നേ? പുരുഷാർത്ഥം ചെയ്യാനാ പറയുന്നേ. सारी दुनिया में जो कुछ सिखलाते हैं वह देह अभिमान से ही सिखलाते हैं. മുഴുവൻ ലോകത്തും ഇന്ന് എന്താണോ പഠിപ്പിക്കുന്നത് എല്ലാം ദേഹ അഭിമാനികളാണ് പഠിപ്പിക്കുന്നത്. ദേഹി അഭിമാനി സിവായെ തും ബ്രാഹ്മണോ കെ കൊയ് ഹൈ നഹി. ദേഹി അഭിമാനികൾ ബ്രാഹ്മണരായ നിങ്ങളല്ലാതെ വേറെ ആരും ഇല്ല.
तुम्हारे में भी नंबरवार है जो आत्मा अभिमानी बनते हैं. നിങ്ങളിലും നമ്പർവാറാണ് ആത്മാ അഭിമാനിയാകുന്നത്. ഹം ആത്മാവോ കോ സുനാത്തെ ഹേ, ഞാൻ ആത്മാക്കൾക്കാണ് കേൾപ്പിക്കുന്നത്. ആത്മാ ഇൻ ഓർഗൻസ് ദ്വാരാ ബോൽത്തി ഹേ, ആത്മാവ് ഈ ഇന്ദ്രിയങ്ങളിലൂടെ സംസാരിക്കുന്നു. ആത്മാ कहती है मैं नहीं सुन सकती हूँ, मेरे organs खराब हैं. ആത്മാ പറയുന്നു എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല, എന്റെ ഓർഗൻസ് എല്ലാം മോശമായിരിക്കുകയാണ്. तो देही अभिमानी बनने में मेहनत है, ദേഹി അഭിമാനിയാകാൻ പരിശ്രമമാണ്. സത്യുഗമേ ദേഹി അഭിമാനി രഹത്തെ ഹേ, സത്യുഗത്തിൽ ദേഹി അഭിമാനികളാണ്. ബാക്കി പരമാത്മാ കാ ജ്ഞാൻ നഹി ഹേ, അവിടെ പരമാത്മാ ജ്ഞാനമില്ല. ബാപ് कहते हैं मेरा सिमरन वहां कोई नहीं करते. ബാ പറഞ്ഞ് എന്നെ ആരുമേ അവിടെ സ്മരിക്കുന്നില്ല. വഹാ ദർക്കാർ ഹി नहीं, അവിടെ ആവശ്യമില്ല. സിമരൻ അഥവാ യാദ് ഏക് ഹി ബാത്ത് ഹെ, സ്മരിക്കുക, ഓർമ്മിക്കുക, രണ്ടും അർത്ഥം ഒന്ന് തന്നെയാണ്. वो लोग माला हाथ में लेते, मुख से राम राम कहते हैं. ലോകരെ കയ്യില് മാല എടുത്തിട്ട് വായില് രാമ രാമ എന്ന് പറയുന്നു. യഹാൻ तो राम अक्षर कहना भी रॉन्ग हो जाता है. ഭഗവാനെ രാമൻ എന്ന വാക്ക് പറയുന്നതും തെറ്റാണ്. റൈറ്റ് അക്ഷർ ഹേ ശിവ് ബാബ, ശരിയായ അക്ഷരം ശിവ് ബാബ എന്നാണ്. പരന്തു ശിവ് ശിവ് ബി കഹന നഹി ഹെ, പക്ഷെ ശിവ ശിവ എന്നും പറയേണ്ട ആവശ്യമില്ല. बाप को याद करने के लिए नाम तोड़े ही लिया जाता है. അച്ഛനെ ഓർമ്മിക്കാൻ അച്ഛന്റെ പേര് പറയണോ? बाप को याद करना ये है यात्रा. ബാബയെ ഓർമ്മിക്കണം, ഇതാണ് യാത്ര. ജിസ്മാനി യാത്ര पर जाते हैं तो भी याद रखते हैं. ഭൗതിക യാത്രയ്ക്ക് പോകുമ്പോഴും ഓർമ്മിക്കുന്നുണ്ട്. हम അമർനാഥ് पर जाते हैं, ഞങ്ങൾ അമർനാഥനിലേക്ക് പോകുകയാണ്. ഓ നാം തോ ലേനാ പड़ता है ना, എവിടേക്ക് പോകുന്ന ആ പേര് പറയണല്ലോ. തുമക്കോ കുച്ച് ബി ജപനാ നഹി ഹേ, നിങ്ങൾക്ക് ഇവിടെ ഒന്നും ജപിക്കണ്ട. തും ജാൻ ഗയേ ഹോ നാടക് പൂരാ ഹോനാ ഹേ, നിങ്ങൾ മനസ്സിലാക്കി നാടകം പൂർത്തിയാകുകയാണ്. ഹമാരെ 84 ജനം പൂരേ ഹുയേ, നമ്മുടെ 84 ജന്മം പൂർത്തിയായി. ഏ പുരാന ചോല ചോടനാ ഹേ, പഴയ ശരീരം ഉപേക്ഷിക്കണം. പാട്ട് ബജാത്തെ ബജാത്തെ പതീത് ഹോനാ ഹി ഹേ, പാട്ട് അഭിനയിച്ച് അഭിനയിച്ച് പതീതമാകുക തന്നെ വേണം. बाप कहते हैं यह जो मनुष्य सृष्टि रूपी झाड़ है उनका तूर सड़ गया है. ബാബ പറയുന്നു മനുഷ്യ സൃഷ്ടിയാകുന്ന വൃക്ഷത്തിന്റെ വേര് ഇച്ചുപോയിരിക്കുകയാണ്, ജീർണിച്ചു പോയിരിക്കുകയാണ്. ബാക്കി ഠാൽ ഠാലിയ ബച്ചി ഹേ, ഇപ്പോ ശിഖരങ്ങൾ മാത്രം ബാക്കിയുണ്ട്. യഹ ബി തമോ പ്രധാൻ ഹോ ഗയാ ഹെ, അതും തമോ പ്രധാനായി. झाड़ की आयु अब पूरी होती है, വൃക്ഷത്തിന്റെ ആയുസ് ഇപ്പോൾ പൂർത്തിയാകുന്നു. फिर से नाटक रिपीट होना है, വീണ്ടും നാടകം ആവർത്തിക്കപ്പെടും. हर एक अपना अपना पार्ट बजाएंगे, ഓരോരുത്തരും അവരവരുടെ പാർട്ട് അഭിനയിക്കും. दूसरी कोई दुनिया नहीं है, വേറൊരു ലോകമൊന്നും ഇല്ല. अगर होती तो हम पढ़ते क्यों, അഥവാ ഉണ്ടെങ്കിൽ നമ്മൾ എന്തിനു പഠിക്കണം? कहते हैं बाबा फिर से आकर राजयोग सिखलावो, പറയുന്നു ബാബ വരൂ വീണ്ടും വന്ന് രാജയോഗം പഠിപ്പിക്കൂ. ഗീതാ ജ്ഞാൻ സുനാവോ പാവൻ ബനാവോ, ഗീതാജ്ഞാനം കേൾപ്പിക്കൂ, പാവനമാക്കൂ. परंतु पतीत हम कैसे बने हैं कोई जानता नहीं, പക്ഷെ എങ്ങനെയാ പതീതായത് ഇതാരും അറിയുന്നില്ല. अब तुम जानते हो हम ही पावन थे, ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി നമ്മൾ തന്നെയായിരുന്നു പാവനം. फिर हिस्ट्री रिपीट होती है, പിന്നെ ഹിസ്റ്ററി ആവർത്തിക്കപ്പെടുന്നു. अब बाप कहते हैं वापस घर चलना है, ഇപ്പോൾ ബാബ പറയുന്നു തിരിച്ചു വീട്ടിലേക്ക് പോകണം. घर में ही बाप रहता है, വീട്ടിലാണ് ബാബയുള്ളത്. कहते हैं परमधाम में रहते हैं फिर भूल जाते हैं, പരന്ധാമത്തിലാണ് ഞാൻ എന്നറിയാം, പിന്നെ മറന്നു പോകുന്നു. ആത്മായ भी ब्रह्मांड में रहती है, ആത്മാക്കളും ബ്രഹ്മാണ്ടത്തിലാണ് വസിക്കുന്നത്. यह സൃഷ്ടി है इसमें मनुष्य रहते, ഇത് സൃഷ്ടിയാണ്, ഇവിടെ മനുഷ്യരാണ് വസിക്കുന്നത്. ബ്രഹ്മാണ്ടമേ ആത്മായ रहती है, ബ്രഹ്മാണ്ടത്തിൽ ആത്മാക്കൾ വസിക്കുന്നു. फिर आते हैं यहाँ പാർട്ട് ബജാനെ, പിന്നെ വരുന്നു ഇവിടെ പാർട്ട് അഭിനയിക്കാൻ.
ऊपर में आकाश तत्व है, മുകളിൽ ആകാശ തത്വമാണ്. पैर सबके पृथ्वी पर है, കാലും ഭൂമിയിലാണല്ലോ. ബാക്കി ശരീർ കഹാ ഹെ, ശരീരം എവിടെയാ? तो आकाश तत्व में ही है, ആകാശ തത്വത്തിലാണ്. वहां तो आत्माएं स्टार्स रहती है, ആത്മാക്കളെല്ലാം നക്ഷത്രം പോലെയാണ് വസിക്കുന്നത്. വഹാ ഗിർനെ की चीज नहीं जो हम गिर पड़ा, അവിടെ വീഴാൻ മാത്രമൊന്നുമില്ല, വീഴുവോന്ന് പേടിക്കാൻ. സയൻസ് വാലെ റോക്കറ്റ് में जाते हैं ചക്ര लगाने, സയന്റിസ്റ്റുകള് റോക്കറ്റിൽ പോകുന്നു, കറങ്ങിയടിച്ച് വരുന്നു, फिर बाहर भी निकलते എന്നിട്ട് വരുന്നുണ്ടല്ലോ. लिखते भी है गिरने का डर नहीं, എഴുതുന്നുണ്ട്, ഭയപ്പെടേണ്ട ഒന്നും ആവശ്യമില്ല. इतनी आकर्षण है जो मनुष्य आकाश तत्व में ठहर जाते हैं, അത്ര ആകർഷണമാണ്. മനുഷ്യർ ആകാശ തത്വത്തിൽ തന്നെ അങ്ങ് നിൽക്കുവാണ്. तो इतनी छोटी सी आत्मा महतत्व में क्यों नहीं ठहर सकती? ചെറിയൊരു ആത്മാവ് ബ്രഹ്മ മഹതത്വത്തിൽ എന്തുകൊണ്ട് വസിക്കാൻ പറ്റില്ല? रहने का स्थान वहां ही है, വസിക്കേണ്ട സ്ഥലം അത് തന്നെയാണ്. यह सूर्य चांद स्टार्स बहुत बड़े हैं, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം വളരെ വലുതാണ്. कैसे ठहरे है, അതൊക്കെ എങ്ങനെ അവിടെ നിൽക്കുന്നേ? कोई रस्सी आदि तो है ही नहीं, നൂലോ കയറോ കൊണ്ട് പിടിച്ച് കെട്ടിയിട്ടിട്ടുണ്ടോ അതിനെ? सारा ड्रामा बना हुआ है, ഇങ്ങനെയാണ് ഈ നാടകം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. हम 84 के चक्र में आते हैं, यह जाड़ है, നമ്മൾ 84 ജന്മങ്ങളുടെ ചക്രത്തിൽ വന്നിരിക്കുകയാണ്. ഇതൊരു വൃക്ഷം, കൽപ്പവൃക്ഷം, മനുഷ്യ സൃഷ്ടി വൃക്ഷമാണ്. കിത്നി ബഡി ഠാൽ ഠാലിയാ ഹെ, എത്ര വലിയ ശിഖരങ്ങളാണ്. ബാക്കി ചോട്ടെ ചോട്ടെ തോടെ ഹി ദേഖ് സക്കേംഗെ, ചെറുതൊന്നും കാണാൻ പറ്റില്ല. ബാബ ബി നട്ട്ഷെൽ മേ സംജാത്തെ ഹെ, ബാബയും ഷോർട്ടായിട്ടാണ് മനസ്സിലാക്കി തരുന്നത്. जो पीछे पीछे आते हैं वह जरूर थोड़े जन्म ही लेंगे, ലാസ്റ്റില് വരുന്നവര് കുറച്ച് ജന്മമേ എടുക്കുള്ളൂ. ബാക്കി ഏക് ഏക് കാ ഹിസാബ് നഹി ബത്തായെങ്കിൽ, ബാക്കി ഓരോരുത്തരുടെയും കണക്ക് പറയുന്നില്ല. തും ജാൻതേ ഹോ ബ്രഹ്മ ദ്വാര ബ്രാഹ്മൺ ദേവത ക്ഷത്രിയ ധർമ്മ കി സ്ഥാപന ഹോ രഹി ഹെ, നിങ്ങൾക്കറിയാം ബ്രഹ്മാവിലൂടെ ബ്രാഹ്മണ ദേവത ക്ഷത്രിയ ധർമ്മം സ്ഥാപിതമായിക്കൊണ്ടിരിക്കുകയാണ്. ജിസ്നെ സ്ഥാപന ഹുയി ഉൻകോ ഫിർ പാലന ഭി കർണി ഹെ, ആര് സ്ഥാപിച്ചോ അവർക്ക് പാലിക്കും വേണം. ബ്രഹ്മ വിഷ്ണു ശങ്കർ തീനോ ഹി ദേവതായെ അലഗ് അലഗ് ഹെ, ബ്രഹ്മ വിഷ്ണു ശങ്കരൻ ഈ 3 ദേവന്മാരും വേറെ വേറെയാണ്. ബാക്കി ऐसे नहीं ब्रह्मा को 3 मुख है, ബ്രഹ്മാവിന് 3 മുഖം ഉണ്ടെന്നൊന്നും ഇല്ല. ऐसे हो ना सके, അങ്ങനെ ഉണ്ടാകാൻ സാധ്യവും അല്ല. बाप कहते हैं बच्चे तुम बिल्कुल बेसमझ बन गए हो, ബാബ പറയുന്നു നിങ്ങൾ പൂർണ്ണമായും വിവേകം ഇല്ലാത്തവരായി മാറിയിരിക്കുകയാണ്. ബാപ് ആകാർ സമജ്ദാർ ബനാത്തെ ഹേ, ബാബ വന്ന് വിവേകശാലിയാക്കുന്നു. അഭി തും സബ് സീതായെ രാവൺ കി കേദ് മേ ഹേ, സീതകളായ നിങ്ങൾ എല്ലാവരും ഇപ്പോൾ രാവണന്റെ ജയിലിലാണ്. തും ഹി ബന്ദർത്തെ തുമാരി സേനാനി, നിങ്ങളായിരുന്നു കുരങ്ങിനെ പോലെ ഉണ്ടായിരുന്നത്, നിങ്ങളുടെ സേനയാണ് എടുത്തത്. തുംകോ ഹി മന്ദിർ ലായക് ബനായ, നിങ്ങളെയാണ് ക്ഷേത്രത്തിൽ വസിക്കാൻ യോഗ്യരാക്കിയത്. അബ് രാജധാനി സ്ഥാപൻ ഹോ രഹി ഹേ, ഇപ്പോൾ രാജധാനി സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നു. जितना जो श्रीमत पर चलेंगे उतना ही ऊंच पद पाएंगे, ആര് എത്രത്തോളം ശ്രീമതത്തിലൂടെ ചലിക്കുന്നു അത്രത്തോളം ഉയർന്ന പദവി നേടും. तुम जानते हो हमारे मम्मा बाबा नंबर 1 में जाते हैं, നിങ്ങൾക്കറിയാം നമ്മുടെ മമ്മ ബാബ നമ്പർ 1 പോകുന്നു. സ്ഥൂൽ വദൻ മേ തുമാരെ സാമനെ ബേഠേ ഹേ, സ്ഥൂല വദനത്തിൽ നിങ്ങളുടെ മുന്നിലിരിക്കുന്നുണ്ട്. സൂക്ഷ്മ വദൻ മേ ബി ദേഖ്തേ ഹോ ബേഠേ ഹേ, സൂക്ഷ്മ ലോകത്തിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ബാബ ഇരിപ്പുണ്ട്. और फिर वैकुंठ में भी देखते हो, പിന്നെ വൈകുണ്ഠത്തിലും കാണുന്നുണ്ട്. पहले बहुतों को साक्षात्कार कराया गया, फिर सब थोड़े ही कृष्ण बन जाएंगे. അനേകർക്ക് സാക്ഷാത്കാരം കിട്ടിയിട്ടുണ്ട്, പക്ഷെ എല്ലാരും എന്ന് ശ്രീകൃഷ്ണനായോ?
बाल लीला आदि दिखाई जाती है പുരുഷാരത് कराने के लिए. ബാലലീലകൾ കാണിക്കുന്നത് പുരുഷാർത്ഥം ചെയ്യിപ്പിക്കാനാണ്. बिगर पुरुषारत महाराजा महारानी तो नहीं बनेंगे. പുരുഷാർത്ഥം ചെയ്യാതെ മഹാരാജാവാകില്ല, മഹാറാണി ആകില്ല. जो पक्के निश्चय बुद्धि है वह एकदम ठहर जाते हैं. പക്ക നിശ്ചയ ബുദ്ധിയുള്ളവർ പിടിച്ചു നിൽക്കും, പറ്റിപ്പിടിച്ചു നിൽക്കും. ബാബ എന്നും പറഞ്ഞ് ബാബയുടെ കൈ പിടിച്ചിരിക്കും. എന്തോ വന്നാലും ശരി ബാബയെ മുറുകെ പിടിക്കുക. ബാബ ഹം തോ ആപ്കോ കഭി നഹി ചോടേംഗെ. ബാബ ഞാൻ ഒരിക്കലും ബാബയെ ഉപേക്ഷിക്കില്ല. कोई फिर ऐसे कहते कहते छोड़ भी देते हैं. ഒരു ചിലർ ഇങ്ങനെ പറഞ്ഞിട്ട് വിട്ടിട്ട് പോകുന്നവരും ഉണ്ട്. ആശ്ചര്യവൻ സുനന്തി കദന്തി ബാഗന്തി ഹോ ജാത്തെ ഹെ. അത്ഭുതകരമായി ജ്ഞാനം കേട്ടു, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു, പക്ഷെ ഇവർ വിട്ടിട്ടു പോയി. പെഹലേക്ക് കഹാവത്ത് ഹെ. കഥ പണ്ടത്തെ കഥ തന്നെയാണ്. അബിബിയെ സബ് കുച്ച് ഹോത്ത. ഇപ്പോഴും ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. कहते हैं കൽപ്പ പെഹലെ ബി ऐसे ബാഗന്തി ഹുയേ. ഓടിപ്പോയ കൽപ്പത്തിന് മുൻപും പോയവരാണ്. കിസ് പർ ബി ഭരോസ നഹി. ആരിലും വിശ്വാസം ഇല്ല. ऐसे ശ്വാസ പർ ഭരോസ നഹി. എങ്ങനെ ശ്വാസത്തെ വിശ്വസിക്കാൻ പറ്റും? അടുത്ത നിമിഷം ശ്വാസം ഉണ്ടെന്ന് എന്ത് പറയാം അല്ലേ? ബാബ കാ ബൻകർ ഫിർ ബി മർ ജാത്തെ ഹെ. ബാബയുടെ കുട്ടിയായി എന്നിട്ട് മരിച്ചു പോകുകയാണ്. ईश्वरीय जन्मदिन मनाकर फिर मर जाते हैं अथवा हाथ छोड़ देते हैं. ഈശ്വരീയ ജന്മദിനം ആഘോഷിച്ച് മരിച്ചു പോകുന്നു. അർത്ഥം ഉപേക്ഷിച്ചു പോകുന്നു. ബാബ ഗഡി ഗഡി കഹത്തെ रहते हैं. ബാബ ഇടയ്ക്കിടയ്ക്ക് പറയുകയാണ്, तुम ऐसे समझो तो हमको अब अपने स्वीट होम में जाना है. ഇങ്ങനെ മനസ്സിലാക്കൂ, എനിക്ക് ഇപ്പോൾ എന്റെ മധുരമായ വീട്ടിലേക്ക് പോകണം. इसलिए बाप और घर याद पड़ता है. അതിനാൽ ബാബയെയും വീടിനെയും ഓർമ്മ വരുന്നുണ്ട്. ഭക്തി മാർഗമേ ബി ആധാ കൽപ്പ് യാദ് കിയ. ഭക്തി മാർഗത്തിൽ അരകൽപ്പം ഓർമ്മിച്ചു. പരന്തു വാപ്പിസ് കൊയി ജാ നഹി സക്തേ. പക്ഷെ ആർക്കും തിരിച്ചു പോകാൻ പറ്റിയിട്ടില്ല. ജാനത്തെ ഹി നഹി തോ ജാ കൈസെ സക്കേംഗെ. അറിയേയില്ല എങ്കിൽ പിന്നെ എങ്ങനെ പോകും? റുഹാനി രാഹി ബൻ കേസെ സത്യ. അവരെങ്ങനെ ആത്മീയ യാത്രികൻ, ആത്മീയ വഴികാട്ടിയാകാൻ പറ്റും? അബ് തും പൂരേ രാഹി ബനേ ഹോ. ഇപ്പൊ നിങ്ങൾ പൂർണ്ണമായും മാർഗദർശിയായി. ജോ ജാസ്തി യാദ് കർത്തേ ഉൻകെ പാപ് കട്ടത്തെ ജാത്തെ ഹെ. ആരാണോ കൂടുതൽ കൂടുതൽ ബാബയെ ഓർമ്മിക്കുന്നത് അവരുടെ പാപങ്ങൾ കട്ടായിക്കൊണ്ടേ പോകും. യാത്ര കാബി ധ്യാൻ റഖ്നാ ഹെ. യാത്രയിലും ശ്രദ്ധ വെക്കണം. പിछाड़ी में 8 घंटा तुम्हारी सर्विस रहे तो बहुत अच्छा है. ലാസ്റ്റില് 8 മണിക്കൂർ ഈ സേവനം ഉണ്ട് എങ്കിൽ വളരെ നല്ലതാണ്. ഏഹേ ശാന്തി और पवित्रता के वाइब्रेशन फैलाना. ബാബയുടെ ഓർമ്മയിൽ 8 മണിക്കൂർ ഇരിക്കുക. ഇത് ശാന്തിയുടെയും പവിത്രതയുടെയും വൈബ്രേഷൻ പരത്തുന്ന സേവനമാണ് ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത്. യാദ് സേ വിക്രമ വിനാശ ഹോംഗെ. ഓർമ്മയിലൂടെ വിക്രമങ്ങൾ വിനാശമാകും. और पद भी ऊंचा मिलेगा. പദവിയും ഉയർന്നത് കിട്ടും. इसीलिए कहा जाता है रात के राही तक मत जाना. അതുകൊണ്ടാണ് പറയപ്പെടുന്നത് രാത്രിയിലെ യാത്രക്കാരെ ക്ഷീണിക്കല്ലേ. കലിയുഗ അന്തമാന ബ്രഹ്മ കി രാത് പൂരി ഹോന. കലിയുഗത്തിന്റെ അവസാനം അർത്ഥം ബ്രഹ്മാവിന്റെ രാത്രി പൂർത്തിയാകുന്നു. സബ്കോ വാപ്പിസ് ജറൂർ ജാനാ ഹെ. എല്ലാവർക്കും തീർച്ചയായും തിരിച്ചു പോകണം. റുഹാനി ഘർ കോ യാദ് കർനാ ഹെ. ആത്മീയ വീടിനെ ഓർമ്മിക്കണം. റൂഹ് കോ അബ് ജാനാ ഹെ. ആത്മാവിനിപ്പോ പോകണം. ജിസം കാ ഭാൻ ചോടനാ ഹെ. ദേഹ ബോധം കളയണം. ദേഹി അഭിമാനി ബന്നാ ഹെ. യേ ഹെ യാദ് കി യാത്ര. ദേഹി അഭിമാനി ആകണം. ഇതാണ് ഓർമ്മയുടെ യാത്ര. अच्छा मीठे मीठे सिकी लदे
बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग। रूहानी भाग की रूहानी बच्चों को नमस्ते। रूहानी बच्चों की रूहानी भाग को नमस्ते। धारणा के लिए मुख्य सार, पक्का निश्चय बुद्धि बन दृढ़ संकल्प करना है। पक्का निश्चय ബുദ്ധിയുള്ളവരായി ദൃഢസങ്കല്പമെടുക്കൂ। बाप का हाथ कभी नहीं छोड़ेंगे। ബാബയുടെ കൈ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല। बाप और घर को घड़ी घड़ी याद करना है। ബാബയെയും വീടിനെയും ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കണം। देही अभिमानी बनने की मेहनत करनी है। देही अभिमानियागान ശ്രമിക്കണം। 5 विकारों रूपी रावण की कैद से छूटने के लिए श्रीमत पर चलना है। പഞ്ചവികാരങ്ങളാകുന്ന രാവണന്റെ ജയിലിൽ നിന്നും മോചിക്കാൻ ശ്രീമതത്തിലൂടെ ചലിക്കണം। मंदिर लायक बनने का पुरुषार्थ करना है। ക്ഷേത്രത്തിൽ വസിക്കാൻ യോഗ്യരാകാനുള്ള പുരുഷാർത്ഥം ചെയ്യണം। वरदान ज्ञानयुक्त भावना और स्नेह संपन्न योग द्वारा ജ്ഞാനയുക്തമായ ഭാവനയും സ്നേഹസമ്പന്നമായ യോഗത്തിലൂടെയും उड़ती कला का अनुभव करने वाले बाप समान भव। പറക്കുന്ന കലയുടെ അനുഭവം ചെയ്യുന്ന ബാപ്പ് സമാൻ ആവോ। जो ज्ञान स्वरूप योगी तो आत्माएं हैं। ആരാണോ ജ്ഞാനസ്വരൂപരായ യോഗി ആത്മാക്കൾ, वे सदा सर्वशक्तियों की अनुभूति करते हुए അവർ സദാ സർവശക്തികളുടെ അനുഭവങ്ങൾ ചെയ്തുകൊണ്ട് വിജയി ബന്തി ഹേ വിജയിയാകും। जो सिर्फ स्नेही व भावना स्वरूप है, ആരാണോ കേവലം സ്നേഹിയും ഭാവന സ്വരൂപവുമായവർ, उनके मन और मुख से सदा बाबा बाबा है। അവരുടെ മനസ്സിലും അവരുടെ വായിലും സദാ ബാബ ബാബ എന്നതാണ്। इसीलिए समय प्रति समय सहयोग प्राप्त होता है। അതിനാൽ സമയാസമയം സഹയോഗം പ്രാപ്തമാകും। लेकिन समान बनने में ज्ञानी योगी तो आत्माएं समीप है, പക്ഷേ സമാനമാകാൻ ജ്ഞാനി യോഗി ആത്മാക്കളാണ് സമീപത്തിൽ ഉള്ളത്। സ്നേഹിയായവർക്ക് ഭാവനയുണ്ട്, ബാബ ബാബ എന്ന് പറയുന്നത് കൊണ്ട് സമയാസമയം സഹയോഗം കിട്ടും, പക്ഷേ ജ്ഞാനി യോഗി ആത്മാക്കളാണ് സമീപത്തിലെത്തുക। इसीलिए जितनी भावना हो उतना ही ज्ञान स्वरूप हो। എത്ര ഭാവനയുണ്ടോ അത്രയും ജ്ഞാനസ്വരൂപരാകൂ। ജ്ഞാനയുക്ത ഭാവന और സ്നേഹ സമ്പന്ന യോഗ, ജ്ഞാനയുക്ത ഭാവനയും സ്നേഹസമ്പന്ന യോഗവും ബാലൻസ്, इन दोनों का बैलेंस, ഇവ രണ്ടിന്റെയും സന്തുലനത। उड़ती कला का अनुभव कराते हुए बाप समान बना देता है। പറക്കുന്ന കലയുടെ അനുഭവം ചെയ്യിപ്പിക്കും, ബാപ്പ് സമാനാക്കും। സ്ലോഗൻ സദാ സ്നേഹി വ സഹയോഗി ബന്നാ ഹേ തോ, സദാ സ്നേഹിയും സഹയോഗിയുമാകണമെങ്കിൽ സരളത और സഹനശീലത കാ ഗുണ ധാരൺ കരോ, സരളതയുടെയും സഹനശീലതയുടെയും ഗുണം ധാരണ ചെയ്യും। മാതേശ്വരി ജി के अनमोल महावाक्य ओम शिवोहम हम सो सोहम, इन शब्दों का यथार्थ अर्थ। ओम शिवोहम हम सो सोहम तत्वमसि, ഇതിന്റെ യഥാർത്ഥ അർത്ഥം। ओम शांति। यह जो शब्द उच्चारण करते हैं, हम सो सोहम शिवोहम अहम आत्मा सो परमात्मा, സർവ്വസാധാരണമായിട്ട് ഹം സോ സോഹം ശിവോഹം ആത്മാ പരമാത്മാവാണ്। അപ്പൊ വഹ മഹാവാക്യ കോൺ ഉച്ചാरण करते, ഈ മഹാവാക്യ ആരാ ഉച്ചരിക്കുന്നത്? और इन शब्दों का यथार्थ अर्थ क्या है? ഈ ശബ്ദങ്ങളുടെ യഥാർത്ഥ അർത്ഥം എന്താണ്? जब ओम अक्षर कहते हैं तो ओम का अर्थ है मैं आत्मा। ഓം എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ ആത്മാവ്।
यह निश्चय होने से फिर मैं आत्मा सो परमात्मा हूँ यह अक्षर नहीं कह सकते. ഇതൊരു നിശ്ചയം വന്നാ പിന്നെ ഞാൻ ആത്മാവാണ് പരമാത്മാവെന്ന് പറയില്ല. फिर तो ऐसे ही समझते हैं मैं आत्मा परमात्मा की संतान हूँ. ഞാൻ ആത്മാവ് പരമാത്മാവിന്റെ സന്താനമാണ്. तो यह ओम शब्द कहना आत्माओं का अधिकार है. ओम എന്ന വാക്ക് പറയുക ആത്മാക്കൾക്ക് അവകാശമുണ്ട്. फिर जब हम सो हम शब्द कहते हैं तत्वमसि എന്ന വാക്ക് പറയുമ്പോൾ उस शब्द का अर्थ हम सो पूज सो अब पूजारी बने. തത്വമസിയുടെ അർത്ഥം എന്താണ്? ഞാൻ പൂജ്യനായിരുന്നു, പൂജ്യനായ ഞാൻ തന്നെയാണ് ഇപ്പോൾ പൂജാരി ആയിരിക്കുന്നത്. हम सो पूज्य अब ये शब्द भी आत्मा ही कह सकती है. ഞാൻ പൂജ്യനായിരുന്നു എന്ന വാക്കും ആത്മാവിനെ പറയാൻ സാധിക്കുള്ളൂ. यह जो मनुष्य कहते हैं अहम आत्मा सो परमात्मा, മനുഷ്യർ പറയുന്നത് ആത്മാവാണ് പരമാത്മാവ്. अब यह शब्द सिर्फ परमात्मा ही कह सकते हैं. പരമാത്മാവിന് മാത്രമേ ഈ വാക്ക് പറയാൻ പറ്റുള്ളൂ. वही एक आत्मा परमात्मा है. फिर यह जो शिवोहम शब्द कहते हैं ആത്മാവ് പരമാത്മാവ് ഒന്നേ ഉള്ളൂ. ശിവോഹം എന്ന് പറയുന്നില്ലേ, वो भी परमात्मा कहते हैं क्योंकि वो शिव അതും പറയുന്ന പരമാത്മാവാണ്. കാരണം പരമാത്मा ശിവനാണ്. तो इन शब्दों के अर्थ को तब जानते हैं जब परमात्मा आकर नॉलेज यदि വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കുന്നത് എപ്പോഴാണ്? പരമാത്മാവെന്ന് ജ്ഞാനം തരുമ്പോഴാണ്. बाकी और धर्म वालों को क्रिश्चियन आदि कहे मालूम नहीं कि हम सो पोप बनूंगा. മറ്റു മതത്തിൽപ്പെട്ടവർക്ക് ക്രിസ്ത്യൻസിന് അറിയോ ഞങ്ങൾ പോപ്പാകുമെന്ന്? ഉनको यह नॉलेज ही नहीं, അവർക്ക് ഈ ജ്ഞാനമൊന്നും ഇല്ലല്ലോ. अभी हमको यह नॉलेज मिली है, നമുക്കിപ്പോ ജ്ഞാനം കിട്ടി. हम सो देवता बनेंगे, ഞാൻ ദേവതയാകും. हमारे सामने देवताओं का यादगार चित्र है. നമ്മുടെ മുന്നിൽ ദേവന്മാരുടെ ഓർമ്മ ചിഹ്നത്തിന്റെ ചിത്രമുണ്ട്. और साथ साथ उनके जीवन चरित्र ഒപ്പം അവരുടെ ജീവിത ചരിത്രത്തിന്റെ ഹിസ്റ്ററി ഗീത ഭാഗവത് सामने है. ഗീതയും ഭാഗവതവും ഒക്കെ മുന്നിലുണ്ട്. क्योंकि हम आदि से अंत तक, കാരണം നമ്മൾ ആരംഭം മുതൽ അവസാനം വരെ കൽപ്പയ്ക്ക് ചക്രമേ ഹേ, ഈ ചക്രത്തിലുണ്ട്. और वो धर्म पिताए जब आते वो कल्प के बीच में आते. ധർമ്മ പിതാക്കൾ കൽപ്പത്തിന്റെ നടുക്ക് വെച്ചാ വരുന്നത്. इसीलिए वो हम सो शब्द नहीं कह सकता. അപ്പൊ പിന്നെ അവർ हम सो തത്വമസി എന്ന വാക്ക് പറയാൻ പറ്റില്ല. ഓം ശബ്ദ കह सकते हैं, ഓം എന്ന വാക്ക് വേണമെങ്കിൽ പറയാം. अच्छा, ഓം ശാന്തി. സ്വമാനം, ഞാൻ ആത്മാവ് ബാപ്പ് സമാനാണ്. ഞാൻ ആത്മാവ് ബാപ്പ് സമാനാണ്. ഇതാണ് സ്വമാനം. ഓം ശാന്തി. ബാബയെ സ്മരിക്കാം.
तक भी आ रहे हो, रथ को संभालते हुए वादा निभा रहे हो। ऐसे ही प्यार पर जा निसार हम करें, किन शब्दों में आपका धन्यवाद करें। दिन रात की ये सेवा हम याद करें, किन शब्दों में आपका धन्यवाद करें। संगम युग में बाबा आकर के मिलते रहना, हमने है सोचा आपसा बन कर के ही है रहना। दिल की यही है आरज़ू, प्रभु साथ हम रहे, जिन शब्दों में आपका धन्यवाद करें, किन शब्दों में आपका धन्यवाद करें। दिन रात की ये सेवा हम याद करें, दिन रात की ये सेवा हम याद करें, किन शब्दों में आपका धन्यवाद करें।